പാകിസ്ഥാനിലേക്ക് വരാൻ മുമ്പ് ചന്ദ്രകാന്ത് ഇവിടെ CPI വിട്ടുപോകുമോ എന്നുള്ള ചോദ്യമൊക്കെ അത് ഹൈപ്പോത്തറ്റിക്കലായിട്ടേ പറയുവാൻ കഴിയുകയുള്ളൂ. CPIക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ എതിർപ്പിന്റെ പരമാവധി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ നയം ഇതാണ്, PM ശ്രീയെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അതിൽ ഇതുവരെ CPI ഉറച്ചു നിൽക്കുന്നുണ്ട്. CPM ആകട്ടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം PM ശ്രീയെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ട് വള്ളത്തിലുള്ള കാൽവെപ്പാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ CPI ആണ് അവരുടെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ എത്ര നാൾ എന്നുള്ള ചോദ്യമാണല്ലോ. മഞ്ജുഷ, നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. 1978 ഒക്ടോബർ 29 കേരളത്തിലെ അവസാനത്തെ CPI മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് PK വാസുദേവൻ. ഏതാണ്ട് ഒരു വർഷം തികച്ചില്ല, ഏതാണ്ട് ഒരു 20 ദിവസം പിറകിലാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കേണ്ടി വന്നത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യമൊക്കെ പല CPI അണികളും അല്ലെങ്കിൽ കുറച്ച് ചെറിയ നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ഇതൊക്കെ ചെയ്തിരുന്നു, 69 അച്യുത മേനോൻ വന്ന് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രെങ്തിലാണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു ഇപ്പം മഞ്ജുഷ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും നമ്മുടെ കാലം ഒത്തിരി പോയി. ആ കാലം പോയതിന് ശേഷം പല സ്ഥലത്തും ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രത്യയശാസ്ത്രത്തിനോട് ഇപ്പം ഗോകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം മാറ്റം വരുത്തി മാത്രമാണ് പോകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി, ഒരു CPI CPM ഒന്നുമല്ല, ഇപ്പം BJP ഒക്കെ പോലും അവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മാറിപ്പോവുക തന്നെ ചെയ്യും. ഇതിങ്ങനെ ഉറച്ചു നിന്നാൽ എന്തായാലും മുന്നണി മര്യാദകൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇനിയും CPIക്ക് എന്തായാലും ഒരു കടുത്ത നടപടി ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കും. ആ കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ നാളത്തെ ക്യാബിനറ്റിൽ നിന്ന് പുറത്തേക്ക് മാറുക മാത്രമല്ല, ചിലപ്പോൾ അതിന് പുറത്തേക്കും പോകേണ്ടി വരും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ, അതായത് വളരെയധികം അണികൾ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന, പ്രാദേശിക നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നിടത്തോട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് തികച്ചും വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ്. അതുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ഇവർ വിട്ടുനിന്ന ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ. ഈ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിന്നുകൊണ്ടുള്ള എതിർപ്പ് എന്ന് പറയുമ്പോൾ അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അതുവരെ കണ്ടാൽ മതി അല്ലേ? അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ഇപ്പം നമുക്കറിയാവുന്ന പോലെ നമുക്ക് സംസാരിക്കുന്ന പലരും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതാണ് CPIക്ക് മുന്നോട്ട് പോകുന്നതിനും വളർച്ചയ്ക്കും നല്ലതെന്ന് വരുന്ന ധാരാളം CPI പ്രവർത്തകരുണ്ട്. അതുപോലെ കേരള കോൺഗ്രസിനെയാണ് തങ്ങളെക്കാൾ മുകളിൽ CPM കാണുന്നത് എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ വരവോടെ തന്നെ ഒരു മുന്നണിയിൽ തങ്ങൾ അപ്രസക്തരാകുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് പഴയതുപോലെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകൾ വരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്ന് CPIയുടെ സീറ്റായിരുന്നു. അപ്പോൾ ചെറിയ തർക്കം. ഇപ്പോൾ പത്തനാപുരത്ത് CPI മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അത് ശ്രീ KB ഗണേഷ് കുമാർ മുന്നണി വന്നതോടെ ആ സീറ്റും വിട്ടുപോയി. ഇങ്ങനെ പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന CPI ആണ്. ഞങ്ങളൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും ഞങ്ങൾക്കിത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വികാരമുണ്ട്. കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ വരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാം എന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെയും ഈ 69-നെ പറ്റിയും 79-നെ പറ്റിയും ഒക്കെ വളരെ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം അല്ലേ? അത് പാർട്ടിക്ക് തന്നെ മനസ്സിലാകണം. കാരണം ഒപ്പം ഇരിക്കുന്നവരാണല്ലോ, അവർക്ക് മനസ്സിലാകണ്ടേ നമ്മളുടെ അണികളെ പറ്റിയും നമ്മളുടെ ബലത്തെ പറ്റിയും. കാരണം AITUC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ബലം ഉണ്ടായിരുന്നു ഒരു കാലത്ത് CPIക്ക്. ഇപ്പോൾ AITUC പഴയതുപോലെ അത്ര ഇത് വരുന്നില്ല. കാരണം നമ്മുടെ കാലം മാറുന്നു, നമ്മുടെ തൊഴിൽ സാധ്യതകൾ മാറുന്നു, തൊഴിൽ സംസ്കാരം മാറുന്നു. ഇതനുസരിച്ച് അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ പാർട്ടിയെയും ബാധിക്കും. മാത്രമല്ല, ഇപ്പം മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളിലൊക്കെ ഒരു 10 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ ശുഷ്കമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, CPIയെ കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയണോ എന്ന രീതിയിലുള്ള പരിഹാസം പോലും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് CPIയുടെ നിലപാടിനെ കുറിച്ചാണ്. ഇടത് പാർട്ടികൾ ഒരു നിലപാട് എടുത്തു, അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള നിലപാടായിരുന്നു. പക്ഷേ അതിൽ CPM വെള്ളം ചേർത്തപ്പോൾ അവിടെ തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള എതിർപ്പ് ഇപ്പോഴും പ്രകടിപ്പിക്കുവാൻ CPIക്ക് കഴിയുന്നുണ്ട്. അവിടെ CPI എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അഭിനന്ദിക്കണം ഈ ഘട്ടം വരെ.